നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂരിലെ മിന്നുന്ന പ്രകടനം കൊണ്ട് പാകിസ്ഥാന്റെ വ്യോമശക്തിയുടെ 1/5 ഭാഗം ഇല്ലാതാക്കിയിരിക്കുകയാണ് ഇന്ത്യ. ഇന്ത്യക്ക് എല്ലാം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണമെന്നില്ല. ഇന്ത്യൻ സൈന്യം അടുത്ത ഓപ്പറേഷന് തുടക്കമിട്ടിട്ടുണ്ട്, അതായത് ഓപ്പറേഷൻ കില്ലർ. ഷൂപ്പിയനിൽ നടന്ന തിരച്ചിലിൽ എൻകൗണ്ടറിൽ 3 ഭീകരവാദികളെ വകവരുത്തുകയും ചെയ്തിട്ടുണ്ട്. കമാൻഡോകൾ കാലാപുരിയിലേക്ക് അയച്ചവരിൽ ഒരാൾ പാകിസ്ഥാനൊക്കെയാണ്. അതോടൊപ്പം തന്നെ ജെയ്ഷെ മുഹമ്മദിന്റെ ഏറെ വേണ്ടപ്പെട്ട ആളും കൂടിയാണ്. ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽപ്പെട്ടയാൾ. പഹൽഗാമിൽ കൂട്ടക്കുരുതി നടത്തിയ TRFന്റെ ബുദ്ധികേന്ദ്രം. ജമാഅത്ത് ഇസ്ലാമിയുടെ റിക്രൂട്ടിംഗ് തലവൻ ഹാഷിദ് ഗുഡെ, TRFന്റെ തലവൻ. പാകിസ്ഥാനിലെ തീവ്രവാദ ഫാക്ടറികളിൽ നേരിട്ട് ബന്ധമുള്ളവൻ. കുൽഗാമിനടുത്ത ഷിബിലിനിലെ ഷോക്കൽക്കലിൽ വെച്ചാണ് സൈന്യത്തിന്റെ നിർണായകമായ ഓപ്പറേഷൻ കില്ലറിൽ ഇദ്ദേഹം കൊല്ലപ്പെടുന്നത്. 2024 2 ജർമ്മൻ ടൂറിസ്റ്റുകളെ വെടിവെച്ച കേസിലെ മുഖ്യപ്രതി. 1 മാസത്തിനു ശേഷം ഒരു ലോക്കൽ രാഷ്ട്രീയ നേതാവിനെ വകവരുത്തി ഒടുവിൽ പഹൽഗാമിൽ കൂട്ടക്കുരുതിയിലേക്കും എത്തിച്ച പ്രധാനി. സൗത്ത് കാശ്മീരിലെ ലഷ്കറിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഷാഹിദ് ഗുട്ടയ്ക്ക് നേരിട്ട് പാകിസ്ഥാനിലെ ഉന്നത തീവ്രവാദികളുമായി ബന്ധമുണ്ട്. ഇന്ത്യയിലേക്ക് കടക്കുന്ന തീവ്രവാദികൾക്കുള്ള റിക്രൂട്ട്മെന്റ്, അതോടൊപ്പം തന്നെ ഏകോപനം, പാകിസ്ഥാനിൽ നിന്നും ഫണ്ടിങ്ങും ആയുധങ്ങളും ശേഖരിക്കുന്ന ചുമതലയൊക്കെ ഷാഹിദ് ഗുട്ടയ്ക്ക് ഉണ്ടായിരുന്നു. കാശ്മീർ പോലീസ് തകർത്ത 10 ഭീകരരുടെ വീടുകളിൽ ഷാഹിദിന്റെ വീടുമുണ്ടായിരുന്നു. ഒടുവിൽ ഷാഹിദ് ഗുഡയുടെ ഇന്ത്യൻ സൈന്യത്തിന്റെ വെടിയുണ്ടയിൽ കീഴടങ്ങിയ അവസാനം. കാശ്മീർ പോലീസ് പഹൽഗാമിൽ തീവ്രവാദത്തിന് നേതൃത്വം നൽകിയ 2 പാകിസ്ഥാനികളടക്കം ചിത്രങ്ങൾ, അവരുടെയൊക്കെ രേഖാചിത്രങ്ങളും പുറത്തുവിടുകയും അവരുടെ തലയ്ക്ക് 20 ലക്ഷം രൂപ വിലയും ഇട്ടിട്ടുണ്ട്. കാശ്മീരിയാണ്, അതായത് ഹുസൈൻ ടോക്കർ. പാകിസ്ഥാനികൾ അലിഭായും അസീം മുസയും ഒക്കെ ഉൾപ്പെടെ 7 തീവ്രവാദികളാണ് പഹൽഗാമിൽ ആക്രമണത്തിൽ പങ്കാളികളെന്നാണ് അന്വേഷണ ഏജൻസിക്ക് ലഭിച്ച വിവരം. കൂടാതെ ഓപ്പറേഷൻ കില്ലർ തുടരുക തന്നെ ചെയ്യുമെന്നാണ് ഇന്ത്യൻ സൈന്യം അറിയിച്ചിരിക്കുന്നത്. ഈ 7 പേരുണ്ട്. അതിൽ നിന്ന് തന്നെ പിടികൂടി രാജ്യത്തിൻ്റെ സിന്ദൂര മാച്ച വിധവകൾക്ക് നീതി ലഭിക്കും വരെ ഈ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ തീവ്രവാദികളെ പിടികൂടാനുള്ള ദൗത്യം തുടർന്നുകൊണ്ട് ഇരിക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ ഇന്ത്യൻ സൈന്യം അറിയിച്ചിരിക്കുന്നത്. TRFനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാൻ UN-ൽ ഇന്ത്യ കടുത്ത സമ്മർദ്ദമാണ് ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനാണ് TRFനെ UN രക്ഷാസമിതിയിൽ അതിനെ ഒന്നും കരിമ്പട്ടികയിൽപ്പെടുത്താതെ ചൈനയൊക്കെ വിളിച്ചു പറഞ്ഞ് ചൈനയാണ് അവസാനം TRFനെ ഈ കരിമ്പട്ടികയിലൊന്നും പെടുത്താതെ തന്നെ, ഗ്രേ ലിസ്റ്റിലൊന്നും പെടുത്താതെ തന്നെ, അല്ലെങ്കിൽ പുറത്താക്കാതെ തന്നെ സംരക്ഷിച്ച് ഇത്രയും നാൾ കൊണ്ടുവന്നത്. ഇനി അതിന് ഇന്ത്യ ഒരു ഇടം നൽകില്ല എന്നതാണ് വസ്തുത. ഈ ആഴ്ച തന്നെ UN സുരക്ഷാ സമിതി ചേരുന്നുണ്ട്. TRFനെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നതിൻ്റെ തെളിവുകളടക്കം ഇന്ത്യ UN രക്ഷാസമിതിയുടെ മേശപ്പുറത്ത് വയ്ക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ ശക്തമായ ഒരു നിർദ്ദേശവും അതോടൊപ്പം തന്നെ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ TRFനെ നിരോധിക്കാനും ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാനുമുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കൂടാതെ ഇന്ത്യക്കൊപ്പം റഷ്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ ഒപ്പം ഉള്ളത് കൊണ്ട് തന്നെ അനായാസം UN-ൽ TRFനെ ലോക തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്തായാലും പഹൽഗാമിൽ അടിക്ക് തിരിച്ചടി ഇന്ത്യ നൽകി. ഇത് അവസാനിച്ചിട്ടില്ല എന്നുറപ്പാണ്. കാരണം അതിർത്തികളിലടക്കം ശക്തമായ സുരക്ഷാ വിന്യാസം തന്നെയാണ്. കാരണം പാകിസ്ഥാനെ നമുക്ക് ഒരു കാലത്തും വിശ്വസിക്കാൻ പറ്റില്ല. ഏത് രീതിയിലും എപ്പോൾ വേണമെങ്കിലും അവർ അടിച്ചു കയറാവുന്ന ഒരു ഇതാണ്. കാരണം തോന്നുന്ന സമയത്ത് അവർ ബോംബുകളോ ഷെല്ലോ ഒക്കെ എടുത്ത് നമ്മുടെ ഇന്ത്യൻ അതിർത്തിക്ക് നേരെ എവിടെയെങ്കിലുമൊക്കെ അവർ എടുത്ത് എറിയും. അതുകൊണ്ട് തന്നെ ശക്തമായ സൈനിക വിന്യാസമാണ് ഇന്ത്യൻ അതിർത്തികളിൽ കേന്ദ്ര സർക്കാർ സജ്ജീകരിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.